ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു നേരെ പോയത് പൂനെയിലെ സദേൺ കമാൻഡ് മ്യൂസിയം കാണാനാണ്. ഇവിടെ എൻട്രി പാസ് 20 റുപ്പീസ് ആണ്. ഇതാണ് യുദ്ധസ്മാരകം. ഈ സ്മാരകം ഇന്ത്യയിലെ പല യുദ്ധങ്ങളിൽ ഇന്ത്യക്കു വേണ്ടി ജീവത്യാഗം ചെയ്ത ജവാന്മാർക്ക് വേണ്ടിയുള്ള സ്മാരകമാണ്. ഇവിടെ ഇതിന് ചുറ്റും നിരവധി സൈനികരുടെ പേരുകൾ എഴുതി വച്ചിട്ടുണ്ട്. INS തൃശൂൽ. ഇത് ഇന്ത്യൻ നേവിക കപ്പലാണ്. ഇതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ 8 പില്ലറുകളായിട്ട് ഇന്ത്യയുടെ യുദ്ധചരിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ പറ്റിയാണ്. ഈ യുദ്ധം പാകിസ്ഥാൻ കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിച്ച യുദ്ധമായിരുന്നു. എന്നാൽ ഇന്ത്യ ഇതിനെ പ്രതിരോധിക്കുകയും അവസാനം 2 രാജ്യങ്ങളും സീസ് ഫയർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്തത് 1948 നടന്ന ഓപ്പറേഷൻ പോളോ. ലിബറേഷൻ ഓഫ് ഗോവ. ഇത് ഗോവയെ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യൻ സൈന്യം സ്വതന്ത്രമാക്കിയ യുദ്ധചരിത്രമാണ്. ഇത് 1971 ഇൻഡോ പാക് വാർ ആണ്. ഇതിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇതിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് രൂപം കൊള്ളുന്നത്. ഓപ്പറേഷൻ വിജയ്. ഇത് 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന കാർഗിൽ വാറിൻ്റെ ചരിത്രമാണ്. ഇതാണ് MiG-23. ഇന്ത്യൻ സേന യൂസ് ചെയ്ത പഴയൊരു യുദ്ധവിമാനം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹാളുണ്ട്. പരമേശ്വരം ഹാൾ എന്നാണ് പേര്. ഇത് മുൻ ഇന്ത്യൻ പട്ടാളക്കാരനായ മേജർ രാമസ്വാമി പരമേശ്വരൻ എന്ന അദ്ദേഹത്തിൻ്റെ മെമ്മറീസും യുദ്ധകാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനുശേഷം ഇവിടെ മറ്റൊരു ഹാളുണ്ട്. ഇവിടെ ശിവാജി മഹാരാജാവിനെ കുറിച്ച് എല്ലാ ചരിത്രവും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ മഹാരാഷ്ട്ര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒപ്പം ശിവാജി മഹാരാജാവിൻ്റെ ചരിത്രവും ഫാമിലി ചരിത്രവും ഒക്കെ കാണട്ടോ ഇതിൽ.
ഇവിടെ ഇന്ത്യൻ സൈന്യം യൂസ് ചെയ്യുന്ന വ്യത്യസ്ത റാങ്കുകളിലുള്ള യൂണിഫോം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു ഹാളാണ്. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മെഷീൻ ഗണ്ണുകളും റൈഫിൾസും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 ഇവിടെ മിലിറ്ററി പതാകകൾ എല്ലാം താഴ്ത്തും. ഇതിൻ്റെ ഭാഗമായി ഒരു ചെറിയ പരേഡൊക്കെ ഉണ്ടാകും. അതിനുശേഷം ഇവിടെ മുംബൈ സാപ്പേഴ്സ് എന്ന മിലിറ്ററി ബാൻഡിൻ്റെ ഒരു ബാൻഡ് മേള പ്രദർശനമുണ്ട്. എല്ലാം ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാകും. ഇതിനുശേഷം 7:15 ആകുമ്പോഴേക്കും ഇവിടെ ലേസർ ആൻഡ് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടാവും. പിന്നെ അവിടെയുള്ളൊരു സ്ക്രീനിൽ ഇന്ത്യയുടെ യുദ്ധത്തിൻ്റെ ആക്ച്വൽ വീഡിയോസൊക്കെ കാണിക്കും. ഒപ്പം തന്നെ ലേസർ ആൻഡ് മ്യൂസിക് ഷോസും അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മഹാഭാരതം, പിന്നെ നമ്മുടെ പഴയ ഇന്ത്യൻ ചരിത്രം ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ യാത്രകളും കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മിലിറ്ററി കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു സ്പോട്ട് മറക്കാതെ വരണം. ഇത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ.
ജയ്